ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന സ്പെഷ്യൽ ഗിഫ്റ്റുമായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി. ഞാൻ ക്രിസ്മസ് ഗിഫ്റ്റ്, അതായത് ഗിവ് അവേ ഒന്നുമല്ല, എൻ്റെ വീട്ടിലുള്ള ഒരു ചെറിയൊരു ഗിഫ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നേക്കുവാണ്. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ മുഴുവൻ വീഡിയോ കാണുക, അഭിപ്രായങ്ങൾ പറയുക, കമൻറ്റുകളൊക്കെ എഴുതി അറിയിക്കുക. അപ്പോൾ ഫോർ ദ വീഡിയോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാനുള്ള പ്രാർത്ഥിക്കാൻ ഇരിക്കുവാണ്. അപ്പോൾ എൻ്റെ ഓരോ വിഷയങ്ങൾ ഞാൻ എഴുതി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അതിൻ്റെ പ്രാർത്ഥന ഡയറി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥന ഡയറി എടുത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കാനിരിക്കുവാണ്. ഞങ്ങൾ ഓരോ വിഷയങ്ങൾ എഴുതി പ്രാർത്ഥിക്കുകയാണ്. അത് ഫലവത്താകുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറിക്ക് വേണ്ടിയുള്ള പയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് സോക്കാകാൻ വേണ്ടി വെച്ചേക്കുവാണ് കുറച്ച് നേരത്തേക്ക്. ഇനി നമ്മൾ എടുത്ത് വെച്ച് ബാക്കി ഒന്ന് വേറെ എടുത്ത് വെച്ചേക്കാം. ഇനി നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ചപ്പാത്തിയാണ്. അപ്പം ആശീർവാദിൻ്റെ ചപ്പാത്തി മാവാണ് ഞങ്ങൾ എടുക്കുന്നത്. അത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇട്ട് കുഴയ്ക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് വരും ചപ്പാത്തി മാവ്. ചപ്പാത്തി മാവിന് എടുത്ത് വെച്ചിട്ടുണ്ട്. മാവെടുത്ത് നമുക്ക് കുറച്ച് ഇപ്പോൾ ഇതെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഡിപ്പ് ചെയ്ത് ഇടാൻ വേണ്ടിയാണ്, ഡിപ്പ് ചെയ്ത് കുഴയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ ഒന്ന് മാറ്റി വെച്ചത് നമുക്ക് കുഴച്ചെടുക്കാം. നമ്മൾ സോഫ്റ്റായിട്ടുള്ളൊരു കുഴച്ചെടുത്തപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് പരത്താം. ഡാഡിയാണ് ചപ്പാത്തി ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഡാഡി ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടി, മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മാവിലോട്ട് ഡിപ്പ് ചെയ്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ചപ്പാത്തി. നമുക്കിനി ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ചപ്പാത്തി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ചട്ടുകം കൊണ്ടൊന്നുമല്ല നമ്മൾ തിരിച്ച് മറിച്ചിടേണ്ടത്. നമ്മളൊരു തുണിയും കൊണ്ടാണ്, നല്ല തുണി എടുത്തിട്ട് അത് തിരിച്ച് മറിച്ചിടുന്നത്. അതുകൊണ്ടാണ് പൊങ്ങി വരുന്നതെല്ലാം നല്ലതായിട്ട് പൊങ്ങി വരും ചപ്പാത്തി. ഞാൻ ഡാഡി ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് അങ്ങനെ ഉണ്ടാക്കുന്ന, ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഇച്ചിരി എണ്ണയും കൂടെ തടവിയ സോഫ്റ്റ് ആൻഡ് നല്ല ചപ്പാത്തി കിട്ടും. പാത്രമെല്ലാം കഴുകി വെക്കാറുണ്ട്. അതിനിടയ്ക്ക് സാമ്പാർ ചൂടാക്കി വെക്കുന്നുണ്ട്. സാമ്പാർ ഇന്നലത്തെ വെച്ച സാമ്പാറുണ്ടായിരുന്നു, അതും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി എടുത്ത് ചൂടാക്കി വെക്കുവാണ്. അപ്പം മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. ഇച്ചിരി മീൻകറി നമുക്ക് പാത്രത്തിലോട്ട് ബൗളിലോട്ട് മാറ്റാം. ഇന്നത്തെ മിനിഞ്ഞാന്ന് വെച്ച മീൻ കറിയാണ്. അപ്പോൾ അതും കുടംപുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റോടെ ഇരിക്കുന്ന മീൻ കറിയാണ്. മീൻചാറും സാമ്പാറും ഒക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. രണ്ട് ചപ്പാത്തി കഴിക്കാം നമുക്ക്. എനിക്ക് രണ്ട് ചപ്പാത്തിയാണ് ഇഷ്ടം. മൂന്ന് കഴിക്കുന്നവരുണ്ട്. അതൊന്ന് സാമ്പാറും മീൻചാറും കൂട്ടി കഴിക്കാം. മീൻ നല്ല കുടംപുളിയൊക്കെ ഇട്ട് വെച്ച മീനായതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ മേടിച്ച് വെച്ചതാണ്, അത് ഉണ്ടാക്കി വെച്ചതാണ്. മീൻ നല്ല ടേസ്റ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കറി അടച്ച് വെച്ചിട്ട് നമുക്കിനി കപ്പയുണ്ടായിരുന്നു, ഇന്നലത്തെ കപ്പയുണ്ടായിരുന്നു. അത് പുഴുങ്ങിയത് കുറച്ച് ബാക്കി അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അത് നമ്മൾ ചൂടാക്കി എടുത്താണ്. അതുകൊണ്ട് എടുത്ത് കഴിക്കാം നമുക്ക്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇച്ചിരി ഹെവി ആയിട്ടിരിക്കട്ടോ. ഉച്ചയ്ക്ക് പകുതി കുറച്ച് കഴിഞ്ഞിട്ടല്ലേ ചോറൊക്കെ ഉണ്ടെന്ന്. അപ്പം അത് കഴിച്ച് കഴിഞ്ഞ് നമ്മളിനി കുറച്ച് നേരത്തേക്ക് വെറുതെ ഇരുന്നു. ഇനി ഉച്ചക്കത്തൊക്കെ ഉള്ള പരിപാടിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. ചോറും കറികളൊക്കെ ഇരിപ്പുണ്ട്, അത് ഊറ്റി വാരി വെക്കണം.
ചോറ് ഊറ്റി വാരി വെക്കണം. അതിനി സമയമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പോയി ഡാഡി കൊണ്ട് കേക്ക് മേടിച്ചുകൊണ്ട് വന്നു. അത് നമുക്ക് എല്ലാവർക്കും മുറിച്ച് കഴിക്കാം. നമ്മുടെ സബ്സ്ക്രൈബറിനെല്ലാം കേക്ക് കൊടുത്തില്ലെന്ന് വിചാരിക്കേണ്ട, എല്ലാവർക്കും കേക്ക് ഉണ്ട്. പ്ലം കേക്കാണ്. അപ്പോൾ നമുക്ക് പ്ലം കേക്ക് എടുത്ത് കഴിക്കാം എല്ലാവർക്കും. ഇത് നല്ല ബേക്കർജി എന്ന് പറഞ്ഞൊരു ബേക്കറിയിൽ നിന്ന് മേടിച്ചതാണ് ഈ പ്ലം കേക്ക്. അപ്പോൾ അത് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ക്രിസ്മസൊക്കെ അടുത്ത് വരുമല്ലേ, അപ്പം കേക്കുകളൊക്കെ വെച്ച് കഴിച്ച് കാണുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ കേക്ക് മുറിക്കുവാണ്. അപ്പം മുറിച്ചെങ്ങനെ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറയാമേ. അപ്പോൾ കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്കിന്. പ്ലം കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധാ കേക്കിനെ കഴിഞ്ഞ ഇഷ്ടം പ്ലം കേക്കാണ്. ക്രിസ്മസിന് നമ്മൾ തിന്ന് മടുക്കുമല്ലോ, ക്രിസ്മസിന് കേക്കെല്ലാം തിന്ന്. പ്ലം കേക്ക് അത് തന്നെ, പ്ലം കേക്ക് തിന്ന് മടുത്ത് കാണുമായിരിക്കും. അപ്പോൾ ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ടുള്ളൂ. ഉച്ചക്കത്തെ പരിപാടിയൊക്കെ തുടങ്ങാൻ വേണ്ടി പോവാണ്. ഉച്ചക്കത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ പയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ തന്നെ 3 വിസിൽ അടിക്കുന്നതിന് വരെ അത് കുക്കറിലിട്ട് വേകണം. അതങ്ങനെ വെച്ചിട്ടുണ്ട്. അതെടുത്ത് കഴിഞ്ഞ് കുക്കറിൽ അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് നോക്കാം ഇനി ഇങ്ങനെ. ഇപ്പോൾ കലത്തിലോട്ട് കഞ്ഞി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്, അത് ചോറാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ കുക്കറിലുള്ള വൻപയറില്ലേ, വൻപയർ നമ്മൾ ഈ മുളകിട്ട് വെക്കാൻ പോവാണ്. സാധാരണ തേങ്ങയൊക്കെ ഇട്ട് വെക്കും ഞാൻ, പക്ഷേ ഇത് എളുപ്പപ്പണിക്ക് വേണ്ടി മുളകിട്ട് മാത്രമേ വെക്കുന്നുള്ളൂ. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ തേങ്ങ അരച്ചും അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല ടേസ്റ്റുള്ളതാണ്. പക്ഷേ ഞാൻ ഇന്ന ദിവസം മടിയായതുകൊണ്ട് നമ്മൾ തേങ്ങയും ചേർക്കുന്നില്ല. പിന്നെ വെളുത്തുള്ളി, സവോള എന്നിവയൊക്കെ ഇട്ടിട്ട് നമുക്ക് ചെറിയൊരു മുളക് ഇട്ടിട്ട് വഴറ്റി വെക്കാം. മുളക് ഇനിയിപ്പം കടുകിട്ട് എണ്ണ ഒഴിച്ച് കടുകിട്ട് നല്ലതായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ സവോളയും വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, അല്ലെങ്കിൽ പിന്നെ കുരുമുളക് പൊടി വേണം ചേർക്കാം. ഇത് ചെറുപയറാണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കുന്ന നല്ല ടേസ്റ്റായിരിക്കും. ഇത് വൻപയറാണ്, അങ്ങനെ മുളക് പൊടി ചേർക്കുന്നതായിരിക്കും നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക, യൂസ് ആസ് യുവർ വിഷ്. അപ്പോൾ ഞാനിങ്ങനെ മുളക് പൊടി ചേർക്കാൻ വേണ്ടി പ്ലാനിലാണ്. അപ്പോൾ ഇത് നല്ലതായിട്ട് കുക്കായിട്ട് വരട്ടെ. ഇനി കുറച്ച് നേരം പിടിക്കുക, ഇലക്കും അത് കുക്കായി വരാൻ. അപ്പോൾ ഇങ്ങനെ കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ പാട്ടൊക്കെ പാടിയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതല്ലോ. ജസ്റ്റ് അന്ന് വെളിക്കത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, സൈലൻറ്റ് മോഡിലിട്ടേക്കുവാണ്. അങ്ങനെയാണ് ഞാൻ പാട്ടൊക്കെ പാടിയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്, അത് നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കിനി മുളക് പൊടി ഇട്ട് മാറ്റി വെക്കാം. മുളക് പൊടി ഇട്ട് അതിലോട്ട് കുറച്ച് ഇതിൻ്റെ തന്നെ വെള്ളമുണ്ടല്ലോ, പയറിൻ്റെ തന്നെ വെള്ളം കുറച്ച് ഇരിപ്പുണ്ടല്ലോ, അത് അതിലോട്ട് വാറ്റി വരച്ച് വെച്ച് നല്ല വിളക് നല്ലതായിട്ട് മുളക് ഡിപ്പാകുന്ന വരെ ഇട്ട് കൊടുക്കുക. ഇന്നുണ്ട് മുളകിനകത്തോട്ട് പയറിട്ടിട്ടുണ്ട്. അതിനി നല്ലതായിട്ട് കുക്കാകുന്ന വരെ അടച്ച് വെച്ച് വേവിക്കണം. ഓൾറെഡി പയർ വെന്താണ്, കുറച്ച് നേരം വെച്ചാൽ മതി. അതിന് വറ്റി വരാനത്തൊക്കെ ഒരു ഇതിൽ വെച്ചാൽ മതി. അപ്പോൾ പയറുതോരനൊക്കെ വെന്ത് വറ്റി വന്നിട്ടുണ്ട്. നമ്മളിനി അത് തീ ഓഫ് ചെയ്തിട്ട് നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ നല്ലതായിട്ട് വറ്റി, ഇങ്ങനെ നല്ല വെള്ളമെല്ലാം നല്ലതായിട്ട് ഇറങ്ങി നല്ലതായിട്ട് വറ്റി വരണം, അതാണ് എൻ്റെ പാകം. നമുക്കത് ഇനി അടച്ച് വെച്ച് കുറച്ച് നേരം കൂടെ എടുത്ത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് സെർവ് ചെയ്തെടുക്കാം. അപ്പോഴാണ് മോൻ പറഞ്ഞത് അവന് ചോറ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പോയി മുട്ട എടുക്കാൻ പോയി ഫ്രിഡ്ജിൽ നിന്ന്. മുട്ട എടുത്ത് നമുക്കത് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്ത് ചോറെടുത്തിട്ട് കൊടുക്കാം അവന്. മുട്ടയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം. അപ്പം മുട്ടയും ചോറും പയറുതോരനും കുറച്ച് സാമ്പാറും മീൻകറി അവനിപ്പം വീട്ടിലുള്ളവർ കൊടുക്കുന്നില്ല. അപ്പോൾ
കുറച്ച് സാമ്പാറും കൂടെ കൊടുത്ത് നമുക്ക്. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമ്മൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.